ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രാബ് റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. 2 കിലോ ക്രാബ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 സ്പൂണോളം പെരുംജീരകം, 1 സ്പൂണ് കുരുമുളക്, മുഴുവൻ കുരുമുളക് കൂടി ആയിട്ടുള്ള 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ ക്രാബ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് കുറച്ച് ചെറുള്ളി നടുക്കീറി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 സവോള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 6 പച്ചമുളക് നടുക്കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകൊക്കെ നിങ്ങളുടെ അനുസരിച്ച് എരിവിനനുസരിച്ച് ചേർക്കുക. 4 6 പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഒന്ന് അടച്ചൊന്ന് ആവി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സവോളയും നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പെരുംജീരകം കൂടി അരച്ചതാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണ്ണൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു തക്കാളി, നല്ലോണം പഴുത്തൊരു മീഡിയം തക്കാളി മുറിച്ച് ചെറുതായി അരിഞ്ഞത് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണോളം എരിവുള്ള മുളക് പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഉണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി അതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് ഒരു നാളികേരം ഫുള്ളും അതിൻ്റെ നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് അരച്ച് അതിൻ്റെ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അരമുറി നാളികേരമൊക്കെ മതി. ഇതിപ്പോൾ 2.5 കിലോ ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു നാളികേരത്തിൻ്റെ മുറി നാളികേരപ്പാൽ മൊത്തം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് അല്പം വെള്ളം കൂടി ഒഴിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ച ക്രാബ് ചേർത്ത് കൊടുക്കുകയാണ്. ക്രാബൊക്കെ ഒന്ന് താത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ക്രാബൊക്കെ നമ്മുടെ മസാലയിൽ മുങ്ങി കിടന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചൊന്ന് ആവി കയറ്റാം. മീഡിയം തീയിലൊന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ വീണ്ടും ഒന്ന് അടച്ച് ആവി കയറ്റാണ്. ഒന്ന് തുറന്ന് അപ്പോൾ ഏകദേശം അതൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രാബൊക്കെ വറ്റി അതിലൊന്ന് പെരളനായിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ക്രാബിൽ പെരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് അല്പം കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില, 1 തണ്ടോ കറിവേപ്പില നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ അതിനും ചേർത്ത് കൊടുക്കാം. ഇനി അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്ന് അടച്ച് ഒന്ന് വയ്ക്കാം. അപ്പോൾ നല്ല ഈ ക്രാബിൽ നല്ലൊരു ഇപ്പോൾ തുറന്നപ്പോൾ നല്ലൊരു സ്മെല്ലുമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് റോസ്റ്റാണ്. അല്ലെങ്കിൽ ക്രാബ് പെരളൻ മസാലയൊക്കെ പെരണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ക്രാബ് റോസ്റ്റാണ്. അപ്പോൾ ക്രാബ് റോസ്റ്റും ക്രാബൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ താങ്ക്സ് ഫോർ വാച്ചിങ്.